നമ്മളിത് ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ മെയിൽ ഐ ഡി ഉണ്ടാകും. ജിമെയിൽ അക്കൗണ്ടിൻ്റെ, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ജിമെയിൽ ഐ ഡി ഉണ്ടാകും. പല ആളുകളും അത് വലിയ ഗൗരവത്തിൽ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ജിമെയിൽ ഐ ഡി പലപ്പോഴും അതിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടാകില്ല. മൊബൈൽ ഫോൺ മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പുതിയൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കി വീണ്ടും അത് ഉപയോഗിക്കും. പഴയ മെയിൽ ഐ ഡി നമ്മളത് ഓർക്കാറില്ല. പല ആളുകളും അത് സൂക്ഷിച്ച് വെക്കാറില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു പണി നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞു വെക്കണം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെയിൽ ഐ ഡി ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും അവർക്കൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടാകില്ല, കൃത്യമായ മെയിൽ ഐ ഡി ഓർമ്മയുണ്ടാകില്ല. അവരോട് മെയിൽ ഐ ഡി ചോദിച്ചാൽ അവരുടെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് തരും. മെയിൽ ഐ ഡി ഏതാണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ പിന്നെ അവർ ഏതെങ്കിലും സമയത്ത് അവർ മൊബൈൽ ഫോൺ മാറ്റുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പുതിയൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ സമയത്തേക്ക് നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് വലിയ അപകടമാണ്. കാരണം നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ മെയിൽ ഐ ഡിക്കകത്ത് നമ്മുടെ കോൺടാക്റ്റുകൾ ഉണ്ടാകും, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോകൾ ഓട്ടോ ബാക്കപ്പായിട്ട് അത് സ്റ്റോർ ആയിട്ടുണ്ടാകും, നമുക്ക് വന്നിരിക്കുന്ന മെയിലുകൾ അതിനകത്തുണ്ടാകും, നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഒ ടി പികൾ, സോഷ്യൽ മീഡിയ ബാങ്കുകളുടെയൊക്കെ ഒ ടി പി അതിനകത്തുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെയിൽ ഐ ഡിക്കകത്തുണ്ട്. അത് മറ്റാരെങ്കിലും നിങ്ങളുടെ മെയിൽ ഐ ഡി എടുക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കാര്യമാക്കാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, അറിഞ്ഞു വെക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ജിമെയിൽ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ജിമെയിൽ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നത്. ഈ കാണുന്ന പ്രൊഫൈലിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിക്ക് ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഏകദേശം 20ഓളം മെയിൽ ഐ ഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഫോർഗെറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിനകത്ത് മെയിൽ ഐ ഡി ഉണ്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചുതരാം. മെയിൽ ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. നമ്മൾ പറയുന്ന ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. കാരണം ആദ്യം പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ശേഷം പറയാൻ പോകുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് എന്നും രണ്ടാമത്തെ കൺഫേം ന്യൂ പാസ്വേഡ് എന്നും. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ന്യൂ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളൊരു പാസ്വേഡ് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം പലപ്പോഴും പല ആളുകൾക്കും അവരുടെ മെയിൽ ഐ ഡി ഉണ്ടാക്കി കൊടുത്ത് മറ്റാരെങ്കിലും ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് പാസ്വേഡ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ പാസ്വേഡ് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ പാസ്വേഡൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ മറക്കാതിരിക്കുക. എല്ലാം ടൈപ്പ് ചെയ്ത് നമുക്ക് ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മളറിയാതെ നമ്മുടെ മെയിൽ ഐ ഡി ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ഇവിടെ കാണാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന്. ഇവിടെയാണ് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ഇത് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്കതിലേക്ക് ഒ ടി പി വന്ന് ആ ഒ ടി പി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണുന്നത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം റിക്കവറി ഫോൺ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റിക്കവറി ഇമെയിൽ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരുടെയോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ ഒക്കെ ഒരു മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഹാക്ക് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ട് വളരെ വേഗത്തിൽ തിരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളുടെ റിക്കവറി മെയിലും റിക്കവറി ഫോൺ നമ്പറും അത്യാവശ്യമാണ്. അപ്പോൾ ഈ മൊബൈൽ നമ്പറും ഈ റിക്കവറി ഫോൺ നമ്പറും റിക്കവറി മെയിലൊക്കെ കൊടുക്കുമ്പോൾ അതിലേക്ക് ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് അത് വെരിഫൈ ആകുള്ളൂ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം യുവർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കി എൻ്റെ ഈ ഒരു മെയിൽ ഐ ഡി ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ ഫോണിൽ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടറുകളിൽ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ മെയിൽ ഐ ഡി ഒരു കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ 3 മൊബൈൽ ഫോണിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ 3 സെഷൻസ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോണിനകത്താണ് എൻ്റെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആൻഡ്രോയിഡ് ഫോണാണ്, ഓപ്പോയുടെ ആൻഡ്രോയിഡ് ഫോണാണ്. രണ്ടാമത്തെ ആൻഡ്രോയിഡ് തന്നെ മറ്റൊരു ഫോണാണ്. അങ്ങനെ 3 ഫോൺ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ അവസാനം കാണുന്ന ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഇത് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ
സൈൻ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു മൊബൈൽ, അതായത് നമ്മൾ അറിയാത്ത ഏതെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ബന്ധം ഇവിടെ ക്ലോസ് ആക്കാൻ സാധിക്കും, ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡി മറ്റേതെങ്കിലും മൊബൈൽ ഫോണുമായിട്ട് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ ഹിസ്റ്ററി, നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി, നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൾക്ക് അപ്പുറത്തുള്ള ആൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മെയിൽ ഐ ഡി മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.